കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ ആ നാശത്തിന് ഇനി കാണണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു എനിക്ക്. അപ്പതേ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. അവരെ ഈ വീട്ടിലേക്ക് കയറ്റേണ്ട ഒരാവശ്യം പൂർണ്ണിമയ്ക്കില്ലായിരുന്നു. പൂർണ്ണിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാത്തൂനെ. എല്ലാ നാശം പിടിച്ച ദുർഗയുടെ കുരുട്ടു പുതിയ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചോദിക്കാൻ പറയുന്നത് ഒരു നോർമൽ കാര്യമല്ലേ? ആ പേരും പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വരുമെന്ന് പൂർണ്ണിമയും കരുതിയിട്ടുണ്ടാവില്ല. എനിക്കറിയാം ദുർഗയുടെ ലക്ഷ്യം എന്റെ ജീവിതം തകർക്കുക എന്നുള്ളത് തന്നെയാ. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് അത് നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാ അവൾ ഇങ്ങോട്ട് വന്നത്. അതെ, അല്ലെങ്കിൽ ഇവറ്റകൾക്ക് എന്താ വാടകയ്ക്ക് വീട് കിട്ടില്ലേ? ജയശ്രീയുടെ വയറ്റി പറഞ്ഞവളല്ലേ, അപ്പോ ആ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. കൂടെയുള്ളവരെ ചതിച്ചു മുന്നോട്ട് പോകുന്ന സ്വഭാവമായിരുന്നല്ലോ ജയശ്രീക്ക്. അങ്ങനെ ഒരു ഉദ്ദേശം അവക്കുണ്ടെങ്കിൽ അത് വെറുതെയാ. ദുർഗയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യത്തിനും നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ചേച്ചിയാണെന്നാ ഒരു ചിന്തയും വേണ്ട. അതെ, എങ്ങനെയെങ്കിലും അവളെയും കെട്ടിയോനി ഇവിടെ നിന്ന് ഇറക്കി വിടിയിക്കണം. അതായിരിക്കണം നിന്റെ ലക്ഷ്യം. പിന്നെ എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണിമയും ഇവിടെയുള്ളവരെയും പിണക്കാതെ നോക്കണം. നിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരിയാക്കാൻ ദുർഗ ശ്രമിക്കും, അത് ഉറപ്പാ. അതെനിക്കറിയാം. അമ്മയും അപ്പച്ചയും പേടിക്കണ്ട. കരഞ്ഞുകൊണ്ട് ദുർഗ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണിച്ചു തരാം. അത് മതി മോളെ. എന്ത് കാര്യത്തിനും നിനക്കൊപ്പം ഞങ്ങളുണ്ടാവും, അല്ലേ നാത്തൂനെ? അതെ, ദുർഗയും കിരണിനെ ഇറക്കി വിടുക എന്നുള്ളതാ ലക്ഷ്യം. അതിനുവേണ്ടി എന്തു മാർഗവും സ്വീകരിക്കാം. പൂർണ്ണിമയ്ക്കും പൃഥ്വിയുടെ അച്ഛനും ഒഴികെ ആർക്കും കിരണും ദുർഗ ഇവിടെ താമസിക്കുന്നതിനോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെ, അപ്പോ ആ ഒരു ചാൻസ് നീ മുതലാക്കണം. ശത്രുവിന്റെ ശത്രു മിത്രം, അത് മനസ്സിൽ വെച്ചു. നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ വെച്ച, ദുർഗയുടെ മുന്നില് ഈ അക്ഷിത തോൽക്കില്ല. അത് മതി മോളെ, നീ എന്റെ മോള മിടുക്കി.